ഹായ്, എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിത് കഴിഞ്ഞ ദിവസം ചാണകസ്ലറി ഉണ്ടാക്കുന്നത് നിങ്ങളെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അത് നമ്മൾ ഒരു 3-4 ദിവസം നമ്മളിനി അത് വാഴയ്ക്ക് ഒഴിക്കാനുള്ള പരിപാടിയാണ്. ഒന്ന് കലക്കി എടുക്കുക, ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാൻ. കലക്കി എടുത്തിട്ട് നമ്മളത് ബക്കറ്റിലേക്ക് പകർന്ന് കൊണ്ടുപോകും. ഇത് നമ്മൾ കുറച്ച് വാഴ അപ്പുറത്ത് നട്ടിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിലായിരുന്നു ഇട്ടിരുന്നത്. അതിനു വേണ്ടിയാണ്. ഈ വാഴയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയത് നമ്മുടെ മഞ്ചരിക്കുള്ളനും മറ്റേ ഞാലിപ്പൂനോടെ മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇതിനൊഴിക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എടുത്തത്. നമ്മളെല്ലാത്തിനും അര ബക്കറ്റ് വെച്ച് ഒഴിക്കും. രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ജൈവവളം ഉണ്ടാക്കിയത്. മണ്ണിന് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. അതുവേണ്ടിയാണ് നമ്മളിങ്ങനെ ജൈവവളം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു ടിഷ്യൂ കൾച്ചർ വെച്ചാൽ നമ്മൾ ചെറുത് ഈ ഇടയ്ക്ക് വെച്ച് ഇതിനിടയ്ക്ക് ഒരു വാഴ ചീത്തയിൽ പോയി. ഇതൊക്കെ ഞാൻ മഞ്ചരിക്കുള്ളിൽ കുറച്ച് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുമല്ലോ. അതിന് നമ്മളൊരു അര ബക്കറ്റ് കണക്കാക്കി ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മാസമായ വാഴയാണ്. 4 മാസമായ വാഴയാണ്. അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 3 വട്ടം വളം ഇട്ട് കഴിഞ്ഞു. 4ാമത്തെ വളമാണ്. ജൈവവളം ഇടാന്ന് വിചാരിച്ചാണ് ഇത്ര ഇട്ട്. ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ ഇടുമ്പോൾ നമ്മുടെ മണ്ണിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകത്തില്ല. വാഴയ്ക്കെല്ലാം ഒഴിക്കണം. എൻ്റെ പുതിയ വീഡിയോ ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.